ഹായ് യെസ്, ഞാൻ ഇന്നൊരു ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു ആഡ് കണ്ടു. അത് നമ്മുടെ അമിതാഭ് ബച്ചനാണ് അത് ആഡ് ചെയ്തിരിക്കുന്നത്, ആഡിൽ അഭിനയിച്ചിരിക്കുന്ന അമിതാഭ് ബച്ചനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്ത് വരുന്ന ടൈമിലാണ് ഞാൻ ആഡ് കാണാൻ ഇടയായത്. അപ്പോൾ ആഡ് കണ്ടിട്ട് എനിക്കൊരു അഭിപ്രായം പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ സ്ക്രീനിൽ ഒരു ആഡൊന്ന് കണ്ടു. आप तो काफी पढ़े लिखे लगते हैं। हम डबल एमए सर। वाह। इंजीनियरिंग फर्स्ट क्लास, एमबीए फर्स्ट क्लास। पर बासमती खुला क्लास। जब आपकी एजुकेशन टॉप क्लास है तो आपकी बासमती जो चॉइस है ना वो भी टॉप क्लास होनी चाहिए। आपकी चॉइस आपकी पहचान होती है, इसलिए सिर्फ इंडिया गेट बासमती एकदम टॉप क्लास। करेक्ट। इसको प्रिंट कर। इंडिया गेट बासमती चुनिए सिर्फ टॉप क्लास। सर नो खुला क्लास। അപ്പോൾ വീഡിയോ പറ്റി പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു മഹാകുംഭമേളയുടെ ഒരു പോസ്റ്റർ ഒരു പിക്ചർ കാണുകയുണ്ടായി. അതായത് കുംഭമേളയിൽ നദി കുളിക്കാൻ രണ്ട് ചേരിയ, ഒന്ന് സാധാരണക്കാർക്കുള്ള ചേരി, ഒന്ന് VVIPകൾക്കുള്ള ചേരിയ. VVIPകളുടെ ചേരിയിൽ അധികം ആൾക്കാരില്ല. പക്ഷെ സാധാരണക്കാരുടെ ഒരു ചെറിയൊരു ഇതിൽ ആ ഒരു ഗ്യാപ്പിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ട് ഒരേ സമയം തിക്കിലും തിരക്കിലൂടെ പെട്ടിങ്ങനെ കുളിക്കുന്ന ഒരു സംഭവം. അത് ശരിക്കും ആ നദിയിൽ കുളിച്ച് പാവങ്ങളൊക്കെ പൊറുക്കുവാൻ വേണ്ടിയിട്ടാണ് ഹിന്ദു വിശ്വാസികളെല്ലാം കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ VVIPകൾക്ക് പ്രത്യേക ഒരു ക്യൂ, സാധാരണക്കാർക്ക് വേറൊരു ക്യൂ. എന്നാൽ സാധാരണക്കാരുടെ ക്യൂവിലാണ് ഒരുപാട് ആളുകൾ വരുന്നതും പലതരം മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും. കാര്യം അത്രയും തിരക്ക് പെട്ടിട്ടാണ് ആൾക്കാർ അവിടെ നിൽക്കുന്നത്. VVIPകളുടെ ക്യൂവിൽ അങ്ങനെ ആരുമില്ല. അവർക്ക് അതൊരു ചേരിതിരിവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതേപോലെ ഒരു കാര്യമാണ് എനിക്ക് ഇങ്ങനെ ഈ ഒരു ആഡ്, അതായത് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസിൻ്റെ ഈ ഒരു ആഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതേപോലെ ഒരു കാര്യമാണ്. അമിതാഭ് ബച്ചൻ ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നിങ്ങൾ ടോപ്പ് ക്ലാസ് ആണെങ്കിൽ, നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങൾ ടോപ്പ് ക്ലാസ് ആണ്, നിങ്ങൾ നല്ല എഡ്യൂക്കേഷനുള്ള ആളാണെങ്കിൽ ബസ്മതി റൈസ് നിങ്ങൾക്ക് ചേരുള്ളൂ എന്നാണ് അമിതാഭ് ബച്ചൻ ഈ വീഡിയോയിൽ പറയുന്നത്. അത് ഏത് അർത്ഥത്തിലാണ് പറയുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് മേടിക്കുന്നവരെല്ലാവരും ടോപ്പ് ക്ലാസ് ആണ് എന്നുള്ളതാണോ, അതും മിഡിൽ ക്ലാസ്സിൽ കിടക്കുന്നതും ലോവർ മിഡിൽ ക്ലാസ്സിൽ കിടക്കുന്ന ആൾക്കാരും ഒക്കെ ബസ്മതി റൈസ് മേടിച്ചിട്ട് അവർ ടോപ്പ് ക്ലാസ് ആവണം, അതായത് ബസ്മതി റൈസിൻ്റെ സെയിൽ കൂട്ടാൻ വേണ്ടിയുള്ളൊരു അടവാണോ എന്ന് ഈ വീഡിയോയിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഈ വീഡിയോ കണ്ട് എന്താണ് തോന്നിയത്? എനിക്ക് തോന്നിയത് ഇതാണ്, നമ്മൾ ടോപ്പ് ക്ലാസ്സുകാർക്ക് മാത്രമേ ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് മേടിക്കാൻ അനുവാദമുള്ളൂ, അതോ നമ്മൾ ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സുകാരാണ്, അതുകൊണ്ട് നമ്മൾ ടോപ്പ് ക്ലാസ് ആണെന്ന് കാണിക്കാനായിട്ട് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് മേടിച്ചിട്ട് അവരുടെ സെയിൽ കൂട്ടിക്കൊടുക്കണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. ഈ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പല പരസ്യങ്ങളിലും പല സിനിമകളിലും ഒക്കെ അഭിനയിച്ചിട്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിലുള്ളൊരു ആളാണ് അമിതാഭ് ബച്ചൻ. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഇതുപോലെ ഒരു ആഡൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞത്. എനിക്കങ്ങനെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നിയത് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റിൽ ഒന്ന് അറിയിച്ചാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.